Hi, Namaste. Welcome back, viewers. Welcome back to my channel, Wintrader. In the bank nifty morning side entry ആണ് morning നല്ലൊരു ഡൗൺ സൈഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. പുട്ട് നമുക്ക് 60,500 നല്ല രീതിക്ക് മാർക്കറ്റ് കയറി 524 എന്ന് കയറി നമുക്ക് മോർണിംഗിൽ തന്നെ അപ്രോക്സിമേറ്റ് 647 വരെ ഒറ്റ മാർക്കറ്റ് ഒരു കയറ്റമായിരുന്നു. അപ്പോൾ നല്ലൊരു ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പം മാർക്കറ്റ് നിഫ്റ്റിയിൽ ബൈയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ബൈ വന്ന് കൺഫേം ആയി മാർക്കറ്റ് കയറാൻ തുടങ്ങി. നമ്മളവിടെ എൻട്രി എടുത്തതിന് ശേഷം പെട്ടെന്ന് റിവേഴ്സ് പോയി. ആ റിവേഴ്സിൽ മാർക്കറ്റ് എന്നാൽ ഡൗൺ ആയിട്ട് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ട്രേഡ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്, എക്സിറ്റ് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ലൈവ് പെർഫോമൻസ് കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, സ്ട്രാറ്റജി ഗ്യാപ് ഡൗണിൽ എവിടെ കറക്റ്റായിട്ട് എൻട്രി പിക്ക് ചെയ്യാം, ലോസ് ഇല്ലാതെ എവിടെ കറക്റ്റ്, അതായത് കറക്റ്റ് ബ്രേക്കൗട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സിഗ്നലാണ് കിട്ടിയ. ഒന്ന് മോർണിംഗിൽ ഒരു 920 സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ, അത് കഴിഞ്ഞ് ഇപ്പോൾ 150 നമുക്കായപ്പോൾ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ തന്നു. ബൈ കൺഫേംഡും ആയിരുന്നു. സിഗ്നൽ വന്നതിന് ശേഷം നമ്മുടെ സോഫ്റ്റ് അലേർട്ടും തന്നു. സിഗ്നൽ വരുമ്പോൾ നമുക്ക് കൺഫർമേഷനും കിട്ടി. ക്യാൻഡിൽ കളർ ഗ്രീനും താഴെ ഗ്രീനുമായി രണ്ടും ഒരുമിച്ച് വന്നതിന് ശേഷം മാർക്കറ്റ് ഇപ്പം തിരിച്ച് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാർക്കറ്റ് രണ്ട് ക്യാൻഡിൽ ഗ്രീൻ ആക്കിയ ശേഷം തിരിച്ച് പിന്നെ ഒരു ബ്ലൂ ക്യാൻഡിലാണ് കാണിച്ചത്. അവിടെ റിവേഴ്സിൽ സംഭവം നമുക്ക് മാർക്കറ്റ് ഒരു വാർണിംഗ് ആയിട്ടൊരു എക്സ്ട്രാ കളർ സഹിതം അവിടെ റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ എക്സിറ്റ് ചെയ്ത് വേണമെങ്കിൽ വിടാം. പക്ഷെ താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് അതൊരു സെല്ലല്ല. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 3 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ ബ്ലൂവും 2 ക്യാൻഡിൽ ഹോളോയാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് അന്നേരം കളർ ചേഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് വിടാം. അതോടൊപ്പം നമുക്ക് റിവേഴ്സ് പോകുന്ന സാഹചര്യം ഇവിടെ ട്രെൻഡ് നമുക്ക് അവിടെ തിരിച്ചറിയാം. ട്രെൻഡിൽ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. റിവേഴ്സ് പോകുമ്പോൾ നമുക്ക് ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിവേഴ്സ് പോകുന്ന ലെവൽ ഇവിടെ കാണിച്ചില്ല. അപ്പം ഒരുപാട് റിവേഴ്സ് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ലോസ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്ത് വിടാനും സാധിക്കും. അപ്പം ഇന്നത്തെ മോർണിംഗിൽ എൻ്റെ ഗ്യാപ് ഡൗണിലായിരുന്നു ഓപ്പണിങ്. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ച് ഇറങ്ങുമായിരുന്നു. പക്ഷേ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആകുമ്പോൾ കൺഫ്യൂഷനാണ്. എവിടെ പ്രോപ്പർ ബ്രേക്കൗട്ട് കിട്ടണമെങ്കിൽ എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. കാരണം ചിലപ്പോൾ എടുത്തു വിടുമ്പോഴായിരിക്കും റിവേഴ്സ് പോകുന്നത്. അങ്ങനെ പേടിച്ച് നമ്മൾ ഒരുപാട് ലോസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് വിടുമ്പോഴായിരിക്കും കറക്റ്റ് ആ പോയിന്റിലേക്ക് തിരിച്ചിറങ്ങുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നമുക്ക് ആ ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ ഗ്യാപ് ഡൗണിലാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുമ്പോൾ 1 മിനിറ്റും കൂടെ വയ്ക്കുക. 1 മിനിറ്റിലെ ട്രേഡ് ഇന്നത്തെ രാവിലത്തെ മോർണിംഗിൽ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ഗ്യാപ് ഡൗണിൽ ഇറങ്ങി ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ആയ ശേഷം നല്ലൊരു പെട്ടെന്നൊരു ഡൗൺ ആയിരിക്കും. അത് തിരിച്ചൊന്ന് കയറിയിട്ട് ഇറങ്ങുന്നത് റിട്രേസ്മെൻറ്റിൽ അതൊരു പുൾ ബാക്കിൽ പിടിക്കുക. അത് പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമ്മൾ സോഫ്റ്റ് ട്രെൻഡ് ലൈൻ നോക്കിയാൽ മതി. അവിടെ തിരിച്ച് കയറി പിന്നെ ഒരു ഇറക്കം വരും. താഴത്തെ കൺഫർമേഷൻ ബാർ റെഡും ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് മൂന്നാമത്തെ ക്യാനിൽ തിരിച്ചിറങ്ങി അവിടുന്ന് മാർക്കറ്റ് പിന്നെ ഒരു ഇറക്കമായിരുന്നു. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ 60,500 1 മിനിറ്റിൽ അത് ഗ്യാപ്പ് അപ്പിൽ കയറി അവിടെ ഓപ്പൺ ആകുകയും ചെയ്തു. അപ്പോൾ അവിടെ നേരത്തെ പൈസകൾ തന്നത് കൊണ്ട് അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് കയറി ഓപ്പണായി. അത് കഴിഞ്ഞ് പിന്നീട് തിരിച്ച് മാർക്കറ്റ് റിട്രേസ്മെൻറ്റിൽ നിന്ന് ഇവിടെ നമുക്ക് 524 ആ ഒരു 30 ആ റേഞ്ചിലാണ് ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് പിന്നെ 638 വരെ ഒറ്റയടിക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഇറങ്ങി രണ്ടാമത് പിന്നെയും കയറി. അവിടുന്ന് പിന്നെ 39 വരെ രണ്ടാമത് കയറി. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒറ്റയടിക്ക് അപ്പോൾ ആദ്യത്തെ ആ മോർണിംഗ് സെക്ഷനിൽ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടി. ഒരു 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ആ ട്രേഡ് അവസാനിപ്പിച്ചു. അത്ര നല്ല റിട്ടേൺ ആയിരുന്നു മോർണിംഗിൽ തന്നെ. പിന്നെ 5 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ പിന്നെയും മാർക്കറ്റ് സെല്ല് തന്നെയായിരുന്നു. പിന്നെ ഒരു ബൈ തന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് ആണ് നമുക്ക് ബൈ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചവിടെ കയറുന്നു. അപ്പോൾ ഇവിടെ ബൈ വന്ന സമയത്ത് ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ, അത് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാൻ എക്സ്ട്രാ കളർ തന്നു. അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. പക്ഷേ താഴെ നമുക്ക് സോഫ്റ്റ് അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം അവിടെ നമുക്ക് വാർണിംഗ് ആണ് തന്നിരിക്കുന്നത്. അവിടെ സെല്ലിലേക്ക് ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. തിരിച്ച് കയറുമെന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം സെല്ല് ആകണമെന്നുണ്ടെങ്കിൽ താഴെ മേളിൽ റെഡ് ഇല്ലാതെ ആകില്ല. അപ്പോൾ അതൊരു റിട്രേസ്മെൻ്റ് ആണ്, പുൾ ബാക്ക് ആണ്. തിരിച്ച് കയറുമെന്ന് അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ട്രേഡ് അവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്കൊരു ലൈവ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.